ആശീർവദിക്കുക. ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറ്റുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുന്ന മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തെറ്റ് ചെയ്യണവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ, നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലും വിവിധ സമയങ്ങളിലും ആയിരിക്കുന്ന ഞങ്ങളെ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് സമ്പൂർണ്ണ സമർപ്പണം നടത്തി അങ്ങേ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങൾ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമത്തത്തിലേക്കല്ല, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് ഞങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതെന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. മിസിയോ പ്രിലിംസിന്റെ 19ാമത്തെ ഈ ബാച്ചിനെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മിസിയോ ടീം ലീഡർ ആലിസ് കുട്ടി ആന്റിയെയും ആന്റിയോടൊപ്പം പ്രവർത്തിക്കുന്ന ടോമിച്ചൻ ചേട്ടനെയും റിസോഴ്സ് ടീം അംഗങ്ങൾ എല്ലാവരെയും കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും സമർപ്പിക്കുന്നു.
ഇന്നത്തെ ഈ സെഷനിൽ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ സെഷനിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെ കാലാവസ്ഥയെയും സമർപ്പിക്കുന്നു. ഈ 19ാമത്തെ ബാച്ചിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിതാവാൻ ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹം മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുന്നവരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറച്ച് ഞങ്ങളെ ലോകത്തിന് സാക്ഷികളാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സ് 19ാം ബാച്ച് 7ാമത് സെഷന്റെ മീറ്റിംഗിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. യേശുവിനെ അറിയുക, അനുഭവിക്കുക, ജീവിക്കുക, പ്രഘോഷിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണല്ലോ നാം മിസിയോ കോഴ്സിൽ ചേർന്നിരിക്കുന്നത്. 7 നിത്യസത്യങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് എന്ന നിത്യസത്യത്തെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനം ഇപ്രകാരം വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മിലും നിറഞ്ഞ് ഉജ്ജ്വലിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ഭക്തിസാന്ദ്രമായ ജപമാല പ്രാർത്ഥനയിലൂടെയും മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മിൽ ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിച്ച പുഷ്പ ചേച്ചിക്കും കുടുംബത്തിനും നന്ദി പറയുന്നു. നമുക്ക് വേണ്ടി അതിമനോഹരമായ പരിശുദ്ധാത്മാഭിഷേക ഗാനം പാടിയ ഫ്രാൻസിസ് ചേട്ടനും നന്ദി. വചന വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയുന്നതിനായി നമ്മെ നയിച്ച സുനി ചേച്ചിക്കും നന്ദി പറയുന്നു. നമ്മുടെ മീറ്റിംഗിൽ പേറ്റൻസ് മെസ്സേജ് നൽകുന്ന ഷിക്കാഗോ രൂപതയുടെ അധ്യക്ഷനും മിസിയോ കുടുംബത്തിന്റെ ആത്മീയ പിതാവുമായ അഭിവന്യമാർ ജോയി ആൽപ്പാട്ട് പിതാവിനെ ഈ മീറ്റിംഗിലേക്ക് സ്നേഹ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സമാപന സന്ദേശം നൽകുന്നതിനായി പ്രിയ ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ ഫ്രാൻസിസ് തിരുവത്തിങ്കൽ നമ്മോടൊപ്പമുണ്ട്. അച്ഛന് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ സെഷനിൽ പരിശുദ്ധാത്മാവിന്റെ പ്രൊക്ലമേഷൻ നടത്തുന്ന മിനി ജോഷി, ടെസ്റ്റിമോണിക്കായി എത്തിയിരിക്കുന്ന ശ്വാസമ ചേച്ചി, സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്ന ജോജോ തോമസ്, എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസിയോ കുടുംബത്തിന്റെ സ്ഥാപകയും നമുക്ക് നേതൃത്വം നൽകുന്ന പ്രൊഫസർ അനീസുകുട്ടി ടീച്ചറിന് ആദരപൂർവ്വം സ്വാഗതം. മിസിയോയുടെ കോഴ്സുകൾക്ക് നേതൃത്വം നൽകുന്ന ടോമിച്ചൻ ചേട്ടൻ, റിസോഴ്സ് ടീം മെമ്പേഴ്സ്, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്, വിവിധ സബ് ഗ്രൂപ്പ് മെന്റേഴ്സ് എന്നിവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസിയോയുടെ 19ാം ബാച്ച് ബൈബിൾ കോഴ്സിൽ പഠിക്കുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്നവരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഈശോയുടെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൊക്ലമേഷനായി മിനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു ജയൻ ടീച്ചറെ. കർത്താവിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്ന് നമ്മുടെ പരിശുദ്ധ ത്രിത്വത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈശോമിശിഹ നമുക്ക് നേടുത്തുന്ന രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ ഈശോമിശിഹായിൽ വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചാൽ മതിയെന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദാഹത്തോടും പ്രാർത്ഥനയോടും കൂടി നാം സ്വീകരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. മാമുദീസായിലും സ്തൈർ ലേപനത്തിലും പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നാം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാത്തത് കൊണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നാം അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു ജീവിതമാണ്. നമ്മൾ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ, ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ, നമ്മളെ നല്ല രീതിയിൽ നയിക്കാൻ പരിശുദ്ധാത്മ സഹായം ആവശ്യമാണ്.
സജീവവും തീക്ഷ്ണവും ഊർജ്ജസ്വലവും ഫലപ്രദവും സന്തോഷം നിറഞ്ഞതുമായ ഒരു ക്രൈസ്തവ ജീവിതം യേശുക്രിസ്തുവിൽ നയിക്കണമെങ്കിൽ ഉന്നതത്തിൽ നിന്ന് ഈ ശക്തി നമുക്ക് ലഭിക്കണം. ഉന്നതത്തിൽ നിന്ന് ഈ ശക്തി നമുക്ക് ലഭിക്കണം. പരിശുദ്ധാത്മാവ് ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് 4 വിധത്തിലാണ്. ആയിത്തീരാനുള്ള ചൈതന്യം, ആയിരിക്കാനുള്ള ശക്തി, അതിജീവിക്കാനുള്ള ശക്തി, പങ്കുവച്ച് അനുഭവിക്കാനുള്ള കഴിവ്. നമ്മളെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നാം ബൈബിളിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വചനം, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആകാശത്തിന് മീതെ ദൈവത്തിന്റെ ചൈതന്യം, വെള്ളത്തിന് മീതെ ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ഈ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, പഴയ നിയമഗ്രന്ഥങ്ങളിൽ നാം കാണുന്നു ദൗത്യ നിർവഹണത്തിനായി പ്രവാചകന്മാരിൽ നിറയുന്ന പരിശുദ്ധാത്മാവ്. ദാവീദിനെ ശക്തിപ്പെടുത്തുന്നതും മോശയ്ക്ക് ധൈര്യം നൽകുന്നതും സാംസന് അതിശക്തി പകർന്നതും അതുപോലെ ഏലീഷയ്ക്ക് ഇരട്ടി അഭിഷേകം നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. എന്നാൽ ദൗത്യ നിർവഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നു നാം കാണുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. നിത്യമായി നമ്മളോടുകൂടി വസിച്ച് നമ്മെ നയിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്, വ്യക്തിയും ശക്തിയുമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വചനം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ റോമ 5:5 പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിച്ചറിയുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്. അതുപോലെ യേശുവിന്റെ ജ്ഞാനസ്നാന വേളയിൽ യേശുവിനെ ധൈര്യപ്പെടുത്തുന്നതും സ്വർഗത്തിൽ നിന്ന് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അരുളപ്പാടുണ്ടായി. പിന്നീട് അങ്ങോട്ട് യേശുവിന്റെ മരുഭൂമിയിലെ പരീക്ഷണത്തിലും അതുപോലെ ദൈവരാജ്യ പ്രഘോഷണത്തിലും എല്ലാം യേശുവിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പസ്തോല പ്രവർത്തനം 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ശിഷ്യന്മാരിൽ നിറയുന്ന പരിശുദ്ധാത്മാവ്. അറിവോ പാണ്ഡിത്യമോ ഇല്ലാതിരുന്ന വെറും മുക്കുവരായിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം സെഹ്യോനൂട്ടുശാലയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് കുലുങ്ങി പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ തങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ ധൈര്യവും ശക്തിയുമുള്ളവരായി. പത്രോസ്ലീഹയുടെ ആദ്യ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം ആൾക്കാർ സ്നാനം സ്വീകരിച്ചു. പിന്നീട് ഭൂമിയുടെ അതിർത്തികൾ വരെ യേശുവിന് സാക്ഷ്യം നൽകുന്ന ശിഷ്യന്മാരെയാണ് നാം കാണുന്നത്. രക്തസാക്ഷിത്വം വരെ വരിക്കുന്ന ശിഷ്യന്മാർ. അവർക്ക് ഈ ശക്തി ധൈര്യവും കിട്ടിയത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പത്രോസ്ലീഹയുടെ പ്രസംഗത്തിൽ വിജാതീയര് പോലും സ്നാനം സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വരുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് നാം കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നമ്മൾ അളന്നല്ല ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. കാരണം ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുക, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ
തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ യോഗ്യതയില്ലെന്ന് കരുതരുത്. പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് വ്യക്തിയും ശക്തിയുമാണ്. കൂടെ നടന്ന് നമ്മളെ നയിക്കുന്ന നിത്യസഹായകനാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26 പറയുന്നു, ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ട്. എന്നാൽ നമ്മൾ വിശുദ്ധിയിലായിരുന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വെറുപ്പിലോ വിദ്വേഷത്തിലോ ഒക്കെ ആണെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, വിശ്വസ്തത, നന്മ, ആത്മസംയമനം. ഈ ഫലങ്ങളൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ചറിയാവുന്നതാണ്. അതുപോലെ നമ്മൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവ് മുഖേനയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആബാ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ആത്മാവ് മുഖേനയാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന്. സമരയക്കാരി സ്ത്രീ പാനം ചെയ്ത ജീവജലം, ഒരിക്കലും ദാഹിക്കാത്ത ജീവജലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ എത്രമാത്രം ദാഹിക്കുന്നുവോ അതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ വർഷിക്കപ്പെടും. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. മത്തായിയുടെ സുവിശേഷം 6:63 പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണെന്ന് അനുഭവിച്ചറിഞ്ഞ പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ മിസ്സിയുടെ കോഴ്സ് കൂടുന്നതിന് മുമ്പ്, ഫിസിക്കൽ കോഴ്സ് കൂടുന്നതിന് മുമ്പ് ഒരാളോട് പോലും മറ്റുള്ളവരോടൊന്ന് നേരെ നിന്ന് സംസാരിക്കാനോ ഈശോയെക്കുറിച്ച് പറയാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. ഒരു ധൈര്യവും ശക്തിയും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ എന്നാൽ മിസ്സിയുടെ ഫിസിക്കൽ കോഴ്സ് കൂടിയതിന് ശേഷം എൻ്റെ ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എനിക്ക് കെറിഗ്മ പറയാനായിട്ട് സാധിച്ചു. അതുപോലെ അടുത്ത ഉള്ള ഇടവകയിൽ മാതൃവേദിയിൽ നിത്യസത്യങ്ങളെക്കുറിച്ച് വചനം ചേർത്ത് പറയാൻ സാധിച്ചു. അതുപോലെ ഞങ്ങളുടെ മുതലക്കോടത്ത് ഒരു ഏകസ്ത്രയുടെ കൂട്ടായ്മ, ഏകസ്ത്രയുടെയും വിധവകളുടെയും ഒരു വലിയ കൂട്ടായ്മയിൽ എനിക്ക് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറയാനായിട്ട് സാധിച്ചതൊക്കെ പരിശുദ്ധാത്മാവ് ധൈര്യവും ശക്തിയും തന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ എനിക്ക് യാതൊരു കഴിവില്ല. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും എന്നെ പരിശുദ്ധാത്മാവ് സഹായിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഒത്തിരി ജോലി ചെയ്യാനുള്ളപ്പം ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിക്കും, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണമേ, ഹെൽപ്പ് ചെയ്യണമേ. അപ്പം ജോലിയില്ല അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈസി ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഒരു ഭാരവും അനുഭവപ്പെടാതെ ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെ ആരോ വന്ന് സഹായിക്കുന്നത് പോലെ. അതുപോലെ ഒരു ഓട്ടോറിക്ഷയ്ക്കൊക്കെ വെയിറ്റ് ചെയ്ത് റോഡിൽ നിൽക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവെ ഒന്ന് വരണേ, ചിലപ്പോൾ അത്യാവശ്യപ്പെട്ട് പോകാനായിരിക്കും, ഒരു ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആയിരിക്കും. അപ്പോൾ ആ വിളിക്കുന്ന ആ സെക്കൻഡിൽ എൻ്റെ മുമ്പിൽ ഓട്ടോറിക്ഷ വരും. എനിക്ക് ഒരു പ്രാവശ്യമല്ല, നിങ്ങളോർക്കും കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, പക്ഷെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നെ എല്ലാ കാര്യത്തിലും എന്നെ കൂടെ നിന്ന് സഹായിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും വലിയ സുഹൃത്തായിട്ട് എന്നെ സഹായിക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുപോലെ ദൈവത്തിന്റെ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ഏറ്റവും കിട്ടാവുന്ന ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കിട്ടിയ എല്ലാം കിട്ടി. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നാം ഓരോരുത്തരും നയിക്കേണ്ടത്. ഈ 19ാം ബാച്ചിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു മിനി. പഴയ നിയമത്തിൽ ദൗത്യ നിർവഹണത്തിനായി വ്യക്തികളിൽ നിറയുന്ന പരിശുദ്ധാത്മാവ്, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള പരിശുദ്ധ അമ്മ ശിഷ്യന്മാർ, വ്യക്തിയും ശക്തിയുമായ പരിശുദ്ധാത്മാവ്, ഉദാശകളിലൂടെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ എങ്ങനെ ഉജ്ജ്വലിപ്പിക്കണം എന്ന പ്രൊക്ലമേഷനിലൂടെ പറഞ്ഞു തന്ന മിനിക്ക് നന്ദി പറയുന്നു. ടെസ്റ്റിമോണി പറയുന്നതിനായി ശോശമ്മ ചേച്ചി നമ്മോടൊപ്പമുണ്ട്. ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ ചെറുതും വലുതുമായ വിസ്മയനീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ശോശാമ്മ റൂബൻ, റിട്ടയർഡ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ്. ഭർത്താവ് ചേച്ചി, ശോശാമ്മ ചേച്ചി ഒന്ന് ഉറക്കെ പറയൂ, വോയിസ് കുറവാ. കേൾക്കാവോ? കേൾക്കാവോ? കേൾക്കാം. കേൾക്കാമോ? കുറച്ചുകൂടി സൗണ്ട് കൂട്ടിയാലും കുഴപ്പമില്ല. കേൾക്കാവോ? കുറച്ചുകൂടി സൗണ്ട് കൂട്ടിയാലും കുഴപ്പമില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമായ ദൈവികദാനമായ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ വിസ്മയനീയമായ വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ശോശാമ്മ റൂബൻ, റിട്ടയർഡ് അഗ്രികൾച്ചർ അസിസ്റ്റൻ്റാണ്. പക്ഷേ പട്ടണക്കാട് സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് ഇടവക അംഗമാണ്. ഒരു സർക്കാർ ജോലി ഉണ്ടായതിൻ്റെ തലക്കനവും, ഒരു സാമ്പത്തികം അധികം ഇല്ലെങ്കിലും ഒരു പേരുകേട്ട കുടുംബത്തിൽ പിറന്നതിൻ്റെ ഒരു തലക്കനവും എനിക്കുണ്ടായിരുന്നു. അന്ന് ദൈവസ്നേഹത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ പരിശുദ്ധ കുർബാനയെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരു തലക്കനം പിടിച്ച സ്ത്രീയായിട്ട് അങ്ങനെ ഒരു ഗമയിൽ ആരുടെയും മുൻപിൽ തലകുനിക്കാതെ, ആരുടെയും മുമ്പിൽ താഴ്ന്നു കൊടുക്കാതെ, എളിമപ്പെടാതെ, എനിക്കതൊന്നും ഇഷ്ടമല്ലായിരുന്നു ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഞാൻ പോവുകയായിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞു 6 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, നമുക്ക് ധ്യാനത്തിന് പോകണം, പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവ് നല്ലൊരു വിശ്വാസിയാണ്. ചെറുപ്പം മുതൽ ഓൾട്ടർ ബോയ് ആയിട്ട് നിന്നിട്ടുള്ളതും പ്രാർത്ഥനാ ജീവിതത്തിലും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ പോകുന്ന ആളുമാണ്. പല പ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം ധ്യാനത്തിന് പോയി. ധ്യാനം കൂടുകയും ആരാധന കൂടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി ദൈവം ഞങ്ങൾക്കൊരു മോളെ തന്നു. അതിനുശേഷമാണ് എൻ്റെ ഉള്ളിൽ ചെറുതായി കിടന്ന ആ തീപ്പൊരി ജ്വലിക്കാൻ തുടങ്ങിയത്. ഞാൻ പള്ളിയിൽ KCOM-ൽ ആദ്യമായി സെക്രട്ടറിയായി ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ മതാധ്യാപികയായി. കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഞാൻ മതാധ്യാപികയായി കർത്താവിന് വേണ്ടി ചെറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റെടുക്കുന്ന കാര്യം ഈശോ നല്ല രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായി പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമൊക്കെ കൂടുതൽ വരാൻ സാധിച്ചത് മിസിയോയിൽ വന്ന ശേഷമാണ്. മിസിയോയിൽ വന്ന് പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അനുദപിച്ചു മാനസാന്തരപ്പെട്ട് ആ അഭിഷേകം എനിക്ക് കിട്ടിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഓരോരോ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ 2019 തിയോളജി ക്ലാസ്സിന് ചേർന്നു. പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല, അത് മുടങ്ങിപ്പോയി. എന്നാൽ മിസിയോയിൽ വന്ന ശേഷം എനിക്കത് പുനരാരംഭിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ 2025 മികച്ച അധ്യാപികയായി എന്നെ രൂപതയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകി എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നൽകിയ ദാനമാണ്. ഇതുകൂടാതെ
എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടായത് 2026 ജനുവരി 26 KRLC BCയുടെ നേതൃത്വത്തിൽ ഒരു പ്രസംഗ നേതൃത്വ പരിശീലന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിൽ പരിശുദ്ധാത്മാവ് അവർ പറഞ്ഞ 10 അസൈൻമെൻറ്റുകൾ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ഓഡിയോയായും വീഡിയോയായും ആ 10 അസൈൻമെൻറ്റുകളും ചെയ്യിച്ചു. എനിക്ക് ഡിസ്റ്റിങ്ഷനോട് കൂടി ഒരു നല്ല സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും ലഭിച്ചു. ഞാൻ അതിൽ വളരെയധികം സന്തുഷ്ടയാണ്. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം ഉണ്ട്. ഞങ്ങളുടെ ഇടവ പള്ളിയിൽ എല്ലാ വർഷവും കുരിശിൻ്റെ വഴിക്ക് ശേഷവും ഒക്ടോബർ മാസത്തിലെ ജപമാലയ്ക്ക് ശേഷവും അൽമായർക്ക് വചനവിചിന്തനം ഒരു 5-8 മിനിറ്റ് വചനവിചിന്തനം നടത്തുവാനുള്ള അവസരം വികാരിയച്ഛൻ നൽകാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒക്ടോബർ 27 വചനവിചിന്തനം എൻ്റേതായിരുന്നു. ഞാൻ വചനവിചിന്തനം നടത്തുന്നതിന് വേണ്ടി എന്തൊരു ടോപ്പിക് എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നത് സന്തോഷത്തിൻ്റെ രഹസ്യത്തിലെ 5-ാമത്തെ രഹസ്യമാണ്. യേശുവിനെ 12 വയസ്സിൽ കാണാതെ പോകുന്നത്. ഞാൻ ആലോചിച്ച് ഇന്ന് മാതാപിതാക്കൾ ഏറ്റവും അധികം വിഷമിക്കുന്നതും വ്യസനിക്കുന്നതും മക്കൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മക്കൾ പുറത്തു പോയാൽ അവർ തിരിച്ചു വരുന്നവരെ മാതാപിതാക്കൾക്ക് ആദിയാണ്. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളിൽ അവർ അകപ്പെടുമോ? ആരെ വിഴുങ്ങണമെന്ന് ഓർത്തുകൊണ്ട് സിംഹത്തെ പോലെ വായും പിളർന്ന് ചുറ്റി നടക്കുന്ന സാത്താൻ കുട്ടികളെ വശീകരിക്കുക. അവർ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്തിനു പോകുന്നു, ഇതെല്ലാം മാതാപിതാക്കൾക്ക് ആശങ്കയാണ്. അങ്ങനെ ഞാൻ ആ യേശുവിനെ കാണാതാകുന്ന സംഭവം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു ധ്യാനിച്ചു പഠിച്ചു. ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പേപ്പറിൽ കുറിച്ചുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. ജപമാല തീർന്നു വരുന്ന ആ സമയമായ സമയത്ത് എൻ്റെ തൊണ്ട അടഞ്ഞുപോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഈ സമയം ജപമാല തീരുകയും ഞാനിരുന്ന് വിഷമിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ എന്നെ വിചിന്തനത്തിനായി ക്ഷണിക്കുകയും ചെയ്തു. കൊന്തയും ഈ എഴുതിയ പേപ്പർ കഷ്ണവുമായി ഞാൻ വായനാപീഠത്തിനടുത്തേക്ക് ചെന്നു. എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ വായനാപീഠത്തിലേക്ക് ആ കൊന്തയും പേപ്പറും ഞാൻ വെച്ചു. പള്ളിയിലിരിക്കുന്ന മനുഷ്യരെ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് അല്പസമയം ഞാൻ നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ തൊണ്ട അടഞ്ഞിരിക്കുവാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ തിരുവചനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്താൽ അയക്കപ്പെട്ട ദൈവദൂതൻ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞ അതേ വാക്കുകൾ മറ്റൊരു രൂപത്തിൽ എന്നിൽ പ്രവർത്തിക്കുകയായിരുന്നു. എൻ്റെ തൊണ്ട തുറന്നു, വാക്കുകൾ നിർഗളം ഒഴുകാൻ തുടങ്ങി. വെള്ളം ഒഴുകുന്നത് പോലെ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മതിയാകുന്നില്ല. നന്നായിട്ട് വചനവിചിന്തനം നടത്തി. അത് ആ പേപ്പറൊന്ന് തുറക്കാൻ പോയിട്ട് അതേലൊന്ന് തൊടാൻ പോലും പരിശുദ്ധാത്മാവ് എന്നെ അനുവദിച്ചില്ല. നന്നായിട്ട് വചനവിചിന്തനം നടത്തി. എനിക്ക് ഒന്നും അറിയത്തില്ല. അച്ഛൻ ഇത് ആരെയോ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ചു. അതിനുശേഷം പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിച്ചത് യൂട്യൂബിൽ ഇടുകയും ചെയ്തു. പാവിയും ബലഹീനതും അയോഗ്യയുമായ എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇത്രയും ചെയ്യുമെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക് എത്രമാത്രം പരിശുദ്ധാത്മാവ് അനുഗ്രഹം നൽകുകയില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ തിരുവചനം പറയുന്നു, ആകയാൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നും നിങ്ങൾക്ക് സഹായകനായി കൂടെ ഉണ്ടാകാൻ ഒരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യുമെന്ന്. അതെ, ആ സഹായകൻ എന്നെ സഹായിച്ചതുപോലെ നമ്മളെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കും. അഭിഷേകത്തിൽ നമ്മുടെ മനസ്സിലുള്ള ആ ദുഃഖങ്ങളെല്ലാം മാറും. പരിശുദ്ധാത്മാവ് എല്ലാം മാറ്റി നമുക്ക് സൗഖ്യം തരും. അതിൽ പരിശുദ്ധാത്മാവ് സഭയുടെ ജീവശ്വാസമാണ്, നമ്മുടെയും ജീവശ്വാസമാണ്. നമ്മെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നല്ലൊരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു. തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് തന്നെ നയിച്ചത് എങ്ങനെയെന്ന് പങ്കുവെക്കുകയായിരുന്നു. താങ്ക് യു ശോശാമ്മ ചേച്ചി. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് നമ്മിൽ നിലനിർത്തണമെങ്കിൽ നമ്മുടെ പരിശ്രമവും ആഗ്രഹവും അത്യാവശ്യമാണ്. സ്ലൈഡ് പ്രസന്റേഷനായി ജോജോയെ ക്ഷണിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ശോശമ്മ ചേച്ചിയുടെ ആ മനോഹരമായ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. എങ്ങനെ പരിശുദ്ധാത്മാവ് നയിച്ചു
എങ്ങനെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ അധികാരികളുടെ മുന്നിലേക്ക് നയിക്കപ്പെടുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ അറിയണ്ടെങ്കിൽ എന്ത് പറയണമെന്നുള്ളത് ആത്മാവ് നിങ്ങൾക്ക് നൽകും. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഇടവക മുഴുവന് ചേച്ചിയെ ഇങ്ങനെ എന്താണ് രൂക്ഷത്തോടെ ഒരു തീരുമാനം, ഒരു വിധിക്കുന്ന തീരുമാനത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് നിറയുന്നതല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അത് ചേച്ചിക്കൊരു അനുഭവമാണെങ്കിൽ ആ ഇടവയെക്കുറിച്ച് പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് ഒരു പദ്ധതിയുണ്ട്. അതിലേക്ക് ആദ്യമായി കാണാം വിശുദ്ധ വേദപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം. അറിയാമല്ലോ, നമുക്ക് എല്ലാമായ നമ്മുടെ ദൈവത്തിൻ്റെ ലവ് ലെറ്ററായ ബൈബിളിൽ ഉൽപ്പത്തി 1:2 മുതൽ, അതിപ്പോൾ നമ്മൾ ഉടനെ തന്നെ കാണുന്നതാണ്, വെളിപാട് 22:17 വരെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം. ഇതാണ് ഉൽപ്പത്തി 1:2 പറഞ്ഞിരുന്നത്. മിനിച്ചേച്ചിയും പറഞ്ഞിരുന്നു, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഇതൊന്ന് എടുത്തു പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിക്ക് രൂപം നൽകിയതും ആഴത്തിൻ്റെ അന്ധകാരം നീക്കിയതും വെള്ളത്തിന് മുകളിൽ കര തെളിയിച്ചതും ഭൂമിയിൽ ജീവൻ വിളച്ചതെല്ലാം അന്നു മുതൽ ഇന്ന് വരെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ രൂപമില്ലാത്ത നമ്മുടെ ജീവിതത്തിന് രൂപം നൽകുക, നമുക്ക് അന്ധകാരത്തിൽ നിറഞ്ഞിരിക്കുന്നതിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം നൽകുക, ലോകത്തിൽ മുങ്ങിത്താണിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ രക്ഷയുടെ വെളിച്ചം, രക്ഷയുടെ കര നൽകുക, നിത്യജീവൻ നൽകുക, ഇതെല്ലാം ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, എനിക്ക് അതിരാവിലെ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 6:15 കുർബാനയുണ്ട്. രാവിലെ കുർബാനയ്ക്ക് പോകണം. പിന്നെ എനിക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നുണ്ട്. കുറച്ച് നേരം അഡോറേഷൻ ചാപ്പിൽ ഇരിക്കുന്നുണ്ട്. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടണമെന്നുണ്ട്. പിള്ളേരെ, ഇവളെ എൻ്റെ വൈഫിനെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, താമസിക്കാതെ ഓഫീസിൽ പോകണമെന്നുണ്ട്. ഇതെല്ലാം കൂടെ എവിടെ കൂടിയിട്ടും നടക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു 6 ക്ലാസ് കടകടകടാന്ന് ഒരു ബൈബിൾ ക്ലാസ്സിൽ ഞാൻ കേട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുകയും ഞാൻ എന്നും പോകുന്നതിനേക്കാൾ നേരത്തെ ഓഫീസിൽ എത്തുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിനൊരു ഓർഡർ നൽകിയത് ശരിക്കും അന്ന് ഞാൻ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവ് വന്നു, ഒന്നും പുതുതായിട്ടോ അല്ല കൂടുതലായിട്ടോ ഒന്നും ചെയ്തില്ല. ഉള്ള കാര്യങ്ങളെ തന്നെ പരിശുദ്ധാത്മാവിന് മനോഹരമാക്കാൻ പറ്റും. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് നമ്മുടെ ആ ബൈബിൾ 73 പുസ്തകങ്ങൾ 3000 വർഷം എടുത്ത് പരിശുദ്ധാത്മാവ് ആൾക്കാർക്ക് ഉള്ളിൽ നൽകി നിവേശിപ്പിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് അവർക്ക് അത് മനസ്സിലായ രീതിയിൽ അവരെഴുതി ഓരോരോ പുസ്തകങ്ങളായി വന്ന് ചരിത്രത്തിൽ നമ്മൾക്ക് വേണ്ടി വന്ന് നോർക്കണം. 2000 വർഷം എന്തെല്ലാമാണ് സംഭവിക്കുന്നത്. അതിനുശേഷം അത് ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത്, ഇതെല്ലാം അതിലെ അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രിൻ്റ് ചെയ്ത് നമ്മളെ സൃഷ്ടിക്കുമെന്നുള്ള അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇതാ നമ്മുടെ എന്താണ് റൂമിൽ ഇപ്പോൾ നമ്മുടെ കൈകളിൽ ഈ ബൈബിൾ എത്തി. അതിലൂടെ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനം നിൽക്കുന്നു, നമ്മളെ സംസാരിക്കുന്നു. എത്ര മനോഹരമായ, ആദ്യം നമ്മൾ പറഞ്ഞ ക്ലാസ്സിലെ ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് തന്നെയല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പഴയ നിയമത്തിലേക്ക് നമ്മൾ ചേച്ചി പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ ഈ അബ്രാഹം, മോശ അല്ലെങ്കിൽ സോളമൻ, പ്രവാചകന്മാർക്ക് എല്ലാവർക്കും അവർക്ക് ആ ശക്തിയും എല്ലാം ദൈവം തിരഞ്ഞെടുത്തിട്ട് അവരെ അഭിഷേകം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ദൗത്യം കൊടുക്കുന്നുണ്ട്. ആ ദൗത്യത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇത് ഒന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ CCCയിൽ പറയുന്നതനുസരിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് കൂടുതലായി പിതാവായ ദൈവത്തിനെയാണ്. എന്നാൽ പുത്രനായ വചനവും ആത്മാവും അത്ര വ്യക്തതയല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കിന്, സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ പുത്രനായ ദൈവത്തിനെ വ്യക്തമായിട്ട് കാണുന്നു. പിന്നെ മൂന്നാമതായിട്ട് വെളിവാക്കപ്പെട്ട് കിട്ടുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ ആൾ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ്, അവർ ഈക്വലാണ് എല്ലാ കാര്യത്തിലും. നമ്മൾ ഒരിക്കലും കുറവായി കാണരുത്. കാരണം ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ സൈഡിലാക്കുമായിരുന്നു. ഒരു പ്രാർത്ഥനയുടെ ഒക്കെ തുടക്കത്തിൽ അങ്ങ് സൈഡിലാക്കുമായിരുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ ദൈവമാണ്, പൂർണ്ണമായ ശക്തിയാണ്, എൻ്റെ കൂട്ടത്തിലുള്ള ആളാണ്. അങ്ങനെ പുതിയ നിയമത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്.
ഇത് വളരെ ഇതിനകത്തൊരു വ്യത്യാസം വന്നിട്ട് ഞാനൊരു എന്താണ് പരിശുദ്ധാത്മാവ് ഒരു കാറ്റാണ് അല്ലെ അരൂപിയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി ബന്ധം പറ്റത്തില്ല. നമ്മളൊരു വ്യക്തിയാണെന്ന് അറിയുമ്പോൾ ഈശോ നമുക്ക് വെളിവാക്കി തരികയാണ് അല്ലേ, അവൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തിയാണെന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന പോസിബിലിറ്റി എന്താണ്? ഈ വ്യക്തിയുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധം നമുക്കുണ്ടാകാം. എങ്ങനെ ഒരു പോസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയാണ് എന്നുള്ളത് അറിയാം. നമുക്ക് സംസാരിക്കാം, തിരിച്ച് സംസാരിക്കും, ഇതൊക്കെ നമുക്കറിയണം. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ദൈവമായ പരിശുദ്ധാത്മാവ് ശക്തിയാണ്, പരമോന്നത ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മാമോദീസായിലേക്ക് നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഈശോ പറയുന്നു നിത്യസഹായകനാണ്. നിത്യസഹായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് നമ്മളെ സഹായിക്കും? ഇന്ന് സഹായിക്കും, നാളെ സഹായിക്കും, നിത്യജീവനിലെത്തുന്നവരെ സ്വർഗത്തിലെത്തുന്നവരെയും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഓരോ നിമിഷവും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അവസ്ഥയനുസരിച്ചിട്ടല്ല, നമ്മുടെ പാപാവസ്ഥയിലാണെങ്കിലും പുണ്യാവസ്ഥയിലാണെങ്കിലും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള നമുക്ക് മാമോദീസായിൽ കൂടി കിട്ടിയ പരിശുദ്ധാത്മാവ് ഒരു അഭിഷേകം അനുഭവമായിട്ട് നമ്മളിൽ നിറയണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കണം. ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ആദ്യ മാതാപിതാക്കളുടെ ആ പാപത്തിന് നമുക്കൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചോയ്സ് ഉണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ ഞാനിങ്ങനെ കയ്യിൽ നിറച്ച് അല്ലെങ്കിൽ പാപവുമായിട്ട് നടന്നു പോകുന്ന ദൈവം നിൽക്കുന്നു ഇവിടെ, ഞാൻ സൈഡിലേക്ക് പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താ ചെയ്തത്? എൻ്റെ പാപാവസ്ഥ മനസ്സിലാക്കി ഈശോ ആണ് രക്ഷിച്ചതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു നിന്നുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് പറയാണ്, തമ്പുരാനെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, പരമമായ ജ്ഞാനം അങ്ങയുടെയാണ്, അങ്ങ് എന്നെ സ്നേഹിക്കുന്നു, അങ്ങേക്കറിയാം എനിക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിക്കുന്ന ആ വ്യക്തികൾക്ക് ദൈവം തൻ്റെ പുത്രനോട് നൽകുന്ന സ്വർഗീയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയുള്ള ഒരു 150 പേരെ എനിക്കറിയാം. അത് ഈ ബാച്ചിൽ മിസ്സിയോയുടെ 19ാം ബാച്ചിലുള്ള നിങ്ങൾ തന്നെയാണ്. നിങ്ങളിപ്പം ജീവിതം പൂർണ്ണമായിട്ട് ക്രിസ്തുവിന് സമർപ്പിച്ച് റെഡിയായിരിക്കുന്നു. അങ്ങനെയുള്ളവരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. ദൈവവചനമാണ്. നമുക്കിതിനകത്ത് ഇനൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും, എവിടെയും പോകില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. അഭിഷേകത്തിൻ്റെ ലെവലിന് കുറവുണ്ടാകും, പക്ഷേ ആത്മാവ് എവിടെയും പോകുന്നില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊന്നുകൂടെ കർത്താവ് പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുകയാണ്. യോഹന്നാൻ 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈശോ പറയും, ഈശോയുടെ അപേക്ഷയാണ്, അത് ഗ്രാൻഡഡ് ആണ്, ഈശോയാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് എന്നേക്കുമായിരിക്കാനാണ്, മറ്റൊരു സഹായകനാണ് അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈശോയ്ക്ക് ഒരു ഡൗട്ടില്ലാത്തൊരു കാര്യമാണ് ഇക്കാര്യം. നമുക്കും ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. ഈ സഹായകൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. യോഹന്നാൻ 14:26 എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും അനുസ്മരിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഓർക്കുമായിരുന്നു, എനിക്ക് ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് തമ്പുരാൻ എന്നെ കാണിക്കുന്ന ഒരു ചെറിയൊരു മയക്കത്തിലേക്ക് പോകുമ്പം കാണിച്ചൊരു കാര്യമാണ്, കയ്യിൽ ഒരു ഇരുമ്പിൻ്റെ പട്ടയുണ്ടെന്ന് വിചാരിക്കുക. അതാണ് എൻ്റെ പാവാവസ്ഥയെങ്കിൽ ഇതിലൊരു കൊളുത്തുമുണ്ട്. അപ്പോൾ ഈ കൊളുത്ത് വെച്ചിട്ട് എന്നെ ഇങ്ങനെ സാത്താൻ ഇങ്ങനെ പിടിച്ച് വലിച്ച് അവൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രലോഭിപ്പിച്ച്. ഈ കൊളുത്ത് ഊരിക്കളയുന്നതാണ് ഒരു നോർമലി ഒരു കുമ്പസാരം എന്ന് പറയുന്നത്. കൊളുത്തൂരി. പക്ഷെ എന്താ പ്രശ്നം? ഞാൻ വീക്കായിരിക്കുന്ന സമയത്ത് വീണ്ടും ഇനി കൊളുത്തിട്ട് എന്നെ പിടിക്കും. പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുമ്പിൻ്റെ പട്ട സഹിതം പൊട്ടിച്ച് കളയുന്ന കാര്യമാണ്. അതെനിക്ക് മനസ്സിലായി. അന്ന് എനിക്കൊരു വെറുത്തുപേക്ഷിക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് പിടികിട്ടി. ഞാനിത് ഷെയർ ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് കുറച്ചുകൂടെ വ്യക്തത കിട്ടുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, വചനങ്ങൾ അനുസ്മരിപ്പിക്കും. എനിക്ക് ഇടയ്ക്കൊരു ഡൗട്ടായിരുന്നു, ഇതൊക്കെ അങ്ങനെയൊക്കെയാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്തേലും ചെയ്യണം, ഇത് നമ്മുടെ ഒരു പ്രവൃത്തിയല്ലേ, നമ്മൾ എന്തൊക്കെ ചെയ്യണം? പക്ഷേ ഈ വചനം എന്നെ ശരിക്കും സ്പർശിച്ചു. അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അതെ, ഈ പ്രവൃത്തിയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, നമ്മുടെ പ്രവൃത്തിയല്ല.
അതുകൊണ്ട് തന്നെ അത് ടോപ്പായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതിനകത്ത് ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും, ഇതാണ് നമ്മൾ പുതിയ നിയമത്തിൽ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. മുദ്രയാണ്, നമ്മുടെ ഹൃദയത്തിൽ ഒരു മുദ്ര പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് ഒരിക്കലും ഇനി പോകില്ല. അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു, അഡ്വാൻസ് ആയിട്ട്. അതായത് ഇനി ചേച്ചി പറഞ്ഞതുപോലെ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഒന്ന് ആലോചിക്കുക, ദൈവം നമുക്ക് കുറേ ആൾക്കാരുണ്ട്. ആ ആൾക്കാരിലെല്ലാം ഈ ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടുവരണം, എല്ലാവരും വിശുദ്ധരാകണം. ഇതിനുവേണ്ടി കുറച്ച് ആൾക്കാരെ വിളിക്കണം. അപ്പോൾ അങ്ങനെ അവർ നമ്മളെ ക്രൈസ്തവരെ വിളിക്കുന്നു. അഡ്വാൻസ് ആയിട്ട് ഒരു യോഗ്യതയില്ലാതെ തന്നെ ദൈവം അവൻ നൽകുകയാണ്. പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മളിരുന്ന് പ്രചോദിപ്പിച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. നമ്മൾക്ക് ദൈവത്തിൻ്റെ ദൗത്യം, ഭൂമിയിലുള്ള ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ ദൗത്യം നൽകിക്കൊണ്ട് നമ്മളെ ശക്തരാക്കുന്നു, അതിലേക്ക് നമ്മളെ നയിക്കുന്നു. അപ്പോൾ യേശുവിൽ നിറഞ്ഞിരുന്ന ആത്മാവ് അപ്പസ്തോലന്മാരും ആദിമസഭയിലും പ്രവർത്തന നിരതമായി ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തന നിരതമാകുന്നു. ഇന്ന് നമ്മിലൂടെ തിരുസഭയിലും തൻ്റെ പ്രവർത്തനം തുടരുന്നു. ആലോചിച്ച് നോക്കി, ഈ ഒരു 10-15 വർഷം മുമ്പ് പരിശുദ്ധാത്മാവിനറിയാം ഇങ്ങനൊരു വിസിയോ കോഴ്സ് ഫോം ചെയ്യണമെന്നുള്ളതും ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരണം എന്നുള്ളതും ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോടുള്ള സ്നേഹത്തിൽ രൂപപ്പെടുത്തണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ക്ലാസ് തന്നെ എത്രയോ പേര് ചേർന്ന്, എത്രയോ ട്രയൽ ക്ലാസ്, എത്രയോ എന്താണ് പരിശുദ്ധാത്മാവിനോട് പ്രചോദനങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടാണ് ഇങ്ങനെ മനോഹരമായൊരു ക്ലാസ്സിലേക്ക് നമ്മൾ എത്തുക. ഈ ആത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കം നമ്മളൊന്ന് കാണുന്നത് നല്ലതാണ്. കാരണം ഈ ആത്മാവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഞാനൊന്നൊരു എടുത്ത് പറയുകയാണ്, നമ്മൾ അഭിഷേകത്തിൻ്റെ ലെവലിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പശ്ചാത്തപിക്കണം, അനുരഞ്ജനപ്പെടണം. ആദ്യമായിട്ട് തന്നെ എനിക്ക് എൻ്റെ വഴിയായിരുന്നു ഇത്രയും നാളും, അത് നിർത്തിയിട്ട് ഇനി ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ പോകാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അനന്തമായി എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വഴി എൻ്റെ ഏറ്റവും നന്മയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും നന്മ തിരഞ്ഞെടുക്കാൻ വേണ്ടി, ദൈവഹിതം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാകണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37-38 പറയുന്നു, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെയാണ് വചനം പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതിനു വേണ്ടിയിട്ട് ലഭിക്കുമെന്നുള്ള ഉറപ്പാണെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇത് സ്വീകരിക്കുവാൻ വേണ്ടി റെഡിയാകേണ്ടത്? അതിനായിട്ട് നമ്മൾ തീവ്രമായി ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വെളിപാട് 21:6. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സൗജന്യമാണ്. പരിശുദ്ധാത്മാവ് സൗജന്യമാണ്. ഇറ്റ്സ് ഫ്രീ, ബട്ട് ഇറ്റ്സ് നോട്ട് ചീപ്പ്. വിലയില്ലാത്തതല്ല. ടോപ്പായിട്ടുള്ളത് ദൈവമായിട്ടുള്ള പരിശുദ്ധാത്മാവാണ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ എനിക്ക് 4 കുട്ടികളാവുള്ളത്. മൂത്തയാൾക്ക് 17 വയസ്സ്, ഏറ്റവും ഇളയ ആൾക്ക് 2 വയസ്സ്. മൂത്തയാൾക്ക് കൊടുക്കേണ്ട അവൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇളയ ആൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല. എനിക്കതിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവന് തന്നെ ദൂഷ്യമായിട്ട് വരും എന്നുള്ള അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവന് കൊടുക്കാത്തത്. എന്നത് പറഞ്ഞ പോലെ നമ്മുടെ നിത്യജീവനിലേക്ക് മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട സമയത്തായിരിക്കും തരിക. കാരണം നമ്മുടെ ജീവിതം നമുക്ക് ഒരു ശക്തിയോ അല്ലെങ്കിൽ അഹങ്കാരമോ കൂടി, ആത്മീയ അഹങ്കാരം കൂടി നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദാഹത്തോടെ ചോദിച്ചു വാങ്ങണം. ലൂക്ക 11:13 പറയുന്നു, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുമ്പം നമുക്ക് ആ കണക്ഷൻ കിട്ടി ചോദിക്കാനിരിക്കുമ്പോൾ ടോപ്പ് കാര്യം ചോദിക്കണം. ചെറിയ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ചെറിയ കാര്യം എന്താ? ഇങ്ങനത്തെ ഞാൻ ചോദിക്കുന്ന നോർമൽ ചോദിക്കുന്ന കാര്യങ്ങൾ, പക്ഷേ ഏറ്റവും ടോപ്പ് എന്താ? ഏറ്റവും ടോപ്പ് അങ്ങനെ വീട് എല്ലാം പോയിട്ട് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ദൈവത്തിനെ തന്നെ ചോദിക്കണം. ദൈവം ഉണ്ടെങ്കിൽ പിന്നെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരെതിര് നിൽക്കും? അപ്പോൾ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അവിടെ ദാഹത്തോടെ യോഹന്നാൻ 7:37 പറയുന്നു, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇപ്പം നമ്മുടെ ഉള്ളിലൊക്കെ, ഞാനും എൻ്റെ വൈഫായിട്ട് പറയും, നമ്മുടെ ഉള്ളിൽ ഒക്കെ ഒരു ഹോൾ, ഒരു കിഴുത്തി ഉണ്ടെന്ന് പറയും. കാരണം അവിടെ ദൈവം ഇരുന്നാൽ മാത്രമേ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവൂ. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ വേറെ എന്തിരുത്തിയാലും ഞാൻ അത് ഇതൊക്കെ വെക്കാൻ വേണ്ടി ലോകത്തിന് പറയാൻ പോകും. പക്ഷേ അവിടെ ദൈവം ഇരുന്നാൽ മാത്രമേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ ദൈവത്തോട് ദാഹിച്ച്, ദൈവമേ വരണമേ, ആത്മാവ് എന്നിൽ നിറയണമേ എന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കണം.
ഇത് ഞാൻ വിശ്വസിച്ചത്. എന്ത് വിശ്വസിക്കണം? എൻ്റെ കഴിവിലല്ല, പ്രത്യേകത ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ പ്രോമിസിൽ വിശ്വസിച്ചുകൊണ്ട്. റോമ 10:12 പറയുന്ന പോലെ യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. അപ്പം എല്ലാവരുടെയും കർത്താവ് ഒരു ദൈവമായുണ്ട്. ആ കർത്താവ് പറഞ്ഞ കാര്യം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. ഇവിടുന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്, ഞാൻ കാണുന്ന സമ്പത്തല്ല, അനന്തജ്ഞാനമായി ദൈവം കാണുന്ന സമ്പത്ത്, ദൈവം പറയുന്ന തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. അത് പരിശുദ്ധാത്മാവാണ്. ഞാനും തിരിച്ചറിയേണ്ടത്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ അറിയുന്നുണ്ട്, ഏറ്റവും ടോപ്പ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്, ദാഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ, ഒരു പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു, കിട്ടിയില്ല, അങ്ങനെയല്ല, പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:4-5 ഈശോ പറയുന്നുണ്ട്, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, നിങ്ങൾ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു അവിടെ വിട്ടുപോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. നമ്മൾക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്നുള്ളത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ശക്തമായി ദൈവരാജ്യം പ്രഘോഷിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണോ അത് നടത്തുവാൻ വേണ്ടിയിട്ട്, ദൈവത്തോട് ചേർത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ശക്തി വേണം. ഇപ്പം ഞാനാണെങ്കിൽ ശക്തി പോയിട്ട് ഇങ്ങനൊരു ചാൻസ്, എന്താണ് വചനപ്രഘോഷണം എന്നുള്ള പരിപാടി പോലും എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നതല്ല. അപ്പം ഞാൻ ദൈവത്തോട് പറയും, നമ്മൾ തമ്മിൽ ഭയങ്കര കെട്ടിപ്പിടുത്തമായിട്ട് ഒരു കുഴപ്പമില്ല, പക്ഷേ അയലോക്കത്തോട്ട് പോയി പറയാതെ പ്ലീസ്, അത് മാത്രം നടക്കുകയില്ല. മീസിയ കോഴ്സ് നിങ്ങളെപ്പോലെ അത്ര അറ്റൻഡ് ചെയ്തല്ല. ഞാൻ ഇങ്ങനെ പകുതി ഉറക്കും പകുതി എഴുന്നേറ്റൊക്കെ ഇരുന്ന് കൂടി ഓൺലൈനിൽ. അത് കഴിഞ്ഞ് മെൻറ്ററായപ്പോൾ ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി എന്ന് കുറേ കൂടെ മനസ്സിലായി. പിന്നെ ഞാൻ ധ്യാനത്തിന് താമസിച്ചു പോയി. അവിടെ ആൻസാൻ്റെയും ടോമിച്ചാൻ്റെയും ഒക്കെ എല്ലാം കൂടി അവർ നല്ല രീതിയിൽ ഒരുക്കി, വചനപ്രഘോഷണത്തിന് ഒരുക്കി. എന്നാലും ഞാൻ തീരുമാനിച്ചിരുന്ന കാര്യം, ഞാൻ എവിടെയും പോവുകയില്ല. പക്ഷേ അവസാനത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും, പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഏകദേശം ഒരു 200 പേരുടെ അടുത്ത് ശരിക്കും സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള ചാൻസ് ദൈവം തന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എനിക്ക് മനസ്സിലായ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വളരെ ആവശ്യമാണ്. ഇതിനകത്ത് യോഗ്യതയില്ലെന്ന് കരുതരുത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:6 വിജാതിയരുടെ മേൽ വരുമ്പോൾ പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ യോഗ്യതയല്ല. 1 പത്രോസ് പറയുന്നുണ്ട്, 1 പത്രോസ് 17-18 പറയുന്നത്, നമ്മുടെ കുഞ്ഞാടിൻ്റെ പോലെയുള്ള അമൂല്യമായ യേശുവിൻ്റെ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അതായത് യേശുവിൻ്റെ മൂല്യമാണ് ഇന്ന് വീണ്ടെടുക്കപ്പെട്ട നിങ്ങൾക്കും എനിക്കുമുള്ളത്. അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കൊണ്ട്. നമുക്ക് ടോപ്പ് യോഗ്യതയാണ്, അത് ദൈവം തരുന്ന യോഗ്യതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ പോയിന്റ്സുകളൊക്കെയാണ് നമ്മളൊന്ന് കണ്ടത്. പശ്ചാത്തപിക്കണം, രചിച്ചപ്പെടണം, സൗജന്യ ദാനമാണ്, തീവ്രമായി ആഗ്രഹിക്കണമെന്ന് കണ്ടു, ദാഹത്തോടെ ചോദിച്ചു വാങ്ങണമെന്ന് കണ്ടു, വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണമെന്ന് കണ്ടു, പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്ന് കണ്ടു. യോഗ്യതയില്ലെന്ന് കരുതരുത്. അപ്പോൾ നമ്മളുടെ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇനി ആത്മാവ് നിറഞ്ഞോ എന്ന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആത്മാവ് നിറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവസ്നേഹാനുഭവത്തിൽ നിറയുന്നു. റോമ 5:5 പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മിസ്സിയുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞെങ്കിലും ശരിക്കും ആദ്യത്തെ ദൈവസ്നേഹത്തിൻ്റെ ക്ലാസ് തന്നെ എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും വന്നപ്പോൾ ഈ ദൈവസ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇന്ന് നമുക്ക് ഒരു പേഴ്സണൽ പ്രയറിലൊക്കെ ഇരിക്കുമ്പോൾ 1 മണിക്കൂർ ഇരുന്നാൽ ചിലപ്പോൾ ഒരു സെക്കൻഡായിരിക്കും ആ ദൈവസ്നേഹം ചിലപ്പോൾ അനുഭവിക്കുക. പക്ഷെ അത് മതി. ടോപ്പായിട്ട് അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറയത്തിൽ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആത്മാവ് നിറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാപബോധവും, അതായത് ആത്മാവ് നമുക്ക് പാപത്തിൻ്റെ ബോധം, നമ്മുടെ പാപം, നമ്മൾ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെല്ലാം കാണിച്ചു തരുന്നു, നീതിബോധം കാണിച്ചു തരുന്നു, പശ്ചാത്താപം നൽകുന്നു, ദൈവമക്കളുടെ സ്ഥാനത്തേക്കും പദവിയിലേക്കും ഉയർത്തപ്പെടുന്നു.
ഇവിടെയാണ് റോമ 8:16 പറയുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, യോഹന്നാൻ 1:12 പറയുന്ന തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. കഴിവാണ് യേശു ക്രിസ്തുവിൽ. അതായത് വല്ല വഴിയും ഞാൻ പാപത്തിൻ്റെ കുഴിയിലേക്ക് പോകേണ്ടിരുന്ന എന്നെ രക്ഷിച്ച് ദൈവം മകനാകാനുള്ള ഒരു കഴിവ് നൽകി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി വരുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടപ്പെടുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നത്. അതായത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ഏറ്റവും നന്മയായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുക, സ്നേഹത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇനി ആത്മാവ് നിറയുമ്പോൾ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്കും വിടുതലിലേക്കും പ്രവേശിക്കുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, നീ അതിൻ്റെ ശബ്ദം കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും. യോഹന്നാൻ 3:8. അത് ഇങ്ങനെ വേണേൽ കാണാം. ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞല്ലോ, മുട്ടോളം പോലെ അരയോളം വരെ. നമ്മൾ സാധാരണഗതിയിൽ ലോകത്തിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇച്ചിരിയൊക്കെ പരിശുദ്ധാത്മാവ് കിട്ടിയാലും നമ്മൾ ലോകത്തിലായിരിക്കും നടക്കുക. എന്നാൽ അതങ്ങോട്ട് പൊങ്ങി വെള്ളം പൊങ്ങി തലയോളമായി കഴിയുമ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് അങ്ങോട്ട് വിട്ട് ആത്മാവിൽ നീന്തി തുടിച്ചു പോകുന്ന ഒരു അനുഭവം. അവിടെ നമ്മൾ ഒരു പുഴയിൽ കൂടെ ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണ്. അല്ലെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയിൽ പറയുന്നത്, അമ്മ പറയുന്നത്, ആത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ഒരു മേഘങ്ങൾ പോലെ ഒരേ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് നമ്മളെ ഇങ്ങനെ നയിപ്പിച്ചുകൊണ്ടിരിക്കും. ചില സമയത്തിലൊക്കെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വെറുതെ ഒന്ന് പരിശുദ്ധാത്മാവേ ഞാൻ എന്താ ചോദിച്ചാൽ മതി. ഇപ്പോൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, അഡോറേഷൻ ചാപ്പൽ ഇരുന്നപ്പോഴത്തേക്കിനും എന്നോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് വണ്ടിയിൽ പോകാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് വണ്ടിയെ പോകാൻ പോകുന്നു. വണ്ടിയെ പോകാൻ പറയുന്ന സമയത്ത് ഞാൻ വണ്ടിയെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരു വ്യക്തിയെ കാണുന്നത്. ഞങ്ങൾ ഇവിടുന്ന് മെജുഗോരിയിലേക്ക് ട്രിപ്പ് എടുക്കുന്നുണ്ട്, സാറിന് പോകാറുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ കാണുന്നത് അദ്ദേഹമായിട്ട് മെജുഗോരിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ആത്മാവ് ചോദിച്ചു കഴിയുമ്പോൾ ആത്മാവ് നമ്മളെ നയിക്കും. ഇനി വിശ്വാസം പ്രകടിപ്പിക്കാനും വളർത്താനും പൂർത്തിയാക്കാനും ആത്മാവ് നമ്മളെ നയിക്കുന്നു. യേശു കർത്താവാണെന്ന് പറയുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന് ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്തോസ് 12:3. ഇത് നമുക്കറിയാവുന്നതാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് യേശുവിനെ വെളിവാക്കി നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഈശോയുടെ ദൗത്യത്തിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം 3 പേരെ കൊണ്ട് ദൗത്യമാണ് ഒരുമിച്ച്. നമ്മൾ ഈശോയെ കാണുന്നുണ്ടെങ്കിൽ മാത്രം ദൈവാത്മാവ് മുഖേനയാണ് പിശാചുക്കളെ പുറത്താക്കുന്നത്. അപ്പം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് വചനം മനസ്സിലാക്കുന്നത്. വചനം വഴിയാവുന്ന ഈശോ വഴിയാണ് പിതാവിലേക്ക്. അപ്പോൾ ഒരു ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മൾ ഈശോയെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണം. സത്യാത്മാവിനെ നമുക്ക് സ്വീകരിക്കുമ്പോൾ അടുത്തായിട്ട് ക്രിസ്തു ശിഷ്യരായിട്ട് രൂപപ്പെടുന്നു. അതാണ് നമ്മുടെ വിളി. ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് രൂപപ്പെടുന്നു. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നയിക്കുന്നു. അപ്പോൾ ഇതുവരെയായിട്ടും എനിക്കൊരു എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ജീവിതത്തിന് ഒരു അടുക്കവും ചിട്ടയും ഏകദേശം ഒരു ലക്ഷ്യം. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശം. അതായത് ആ പാതയും ഒരു ഡയറക്ഷൻ നമ്മുടെ ലൈഫിന് കിട്ടുകയാണ്. ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് വളർത്തുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആവശ്യമായ കൃപ നൽകുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് എത്ര എളുപ്പമാണ്, പരിശുദ്ധാത്മാവിനോട് ജീവിച്ചാൽ പോരെ. പക്ഷേ ആകെ കുറച്ച് സമയമായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇത് ഞാൻ ചെയ്തിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ദൈവകൃപയിൽ മാത്രമേ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ചോദിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധീകരിക്കുകയും വിശുദ്ധിയിൽ വളർത്തുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദൗത്യ നിർവഹണത്തിൽ സഹായിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മുടെ ഏറ്റവും നല്ല പദ്ധതിയാണ്. അതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യ നിർവഹണത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ കാരണം അത് ദൈവത്തിൻ്റെ ദൗത്യമാണ് നമ്മളിൽ കൂടെ പൂർണ്ണമാക്കുന്നതേ ഉള്ളൂ. സത്യാത്മാവിനെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസാനുഭവം ലഭിക്കുന്നു. പിതാവും പുത്രനും എല്ലാം വന്ന് നമ്മളിൽ സഹവാസിക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ദൈവാത്മാവ് 1 കൊരിന്തോസ് 3:16 പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. പക്ഷേ ഈ വ്യക്തികളുടെയൊക്കെ ഒരു സ്നേഹ അനുഭവം കിട്ടുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. ഓരോരോ മനസാന്തരത്തിൽ ഓരോരോ കാര്യത്തിൽ. ഇപ്പം ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, പണ്ട് ഞാൻ മദ്യം ചെറുതായിട്ടെങ്കിലും ഞാൻ കഴിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഇന്ന് എനിക്ക് അതിനോട് യാതൊരു താല്പര്യവുമില്ല. അതിൻ്റെ മണം അടിക്കുന്ന പോലും ബുദ്ധിമുട്ടാണ്. ഞാൻ വേറെ സൃഷ്ടിയായിട്ട് മാറി. അക്കാര്യത്തിൽ വരദാനങ്ങളിൽ നമ്മളെ വളർത്തുന്നു.
യേശുവിൽ നമ്മെ വളർത്തുന്നു. അപ്പൊ ഈ യേശുവിൽ നമ്മളെ വളർത്തുക എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം സ്വർഗത്തിൽ നിന്ന് വന്ന യേശു അല്ലാതെ സ്വർഗത്തിലേക്ക് കയറുകയെന്ന് പറഞ്ഞ പോലെ യേശുവിടെ വിശുദ്ധിയും ക്വാളിറ്റിയും ഇല്ലാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. അതിനുവേണ്ടിയാണല്ലോ ഈശോ തൻ്റെ ശരീരമായി നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഈശോയുടെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വളരണമെങ്കിൽ ആ ദൈവകൃപ നമ്മൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായി ആ വ്യക്തിത്വത്തിലുള്ള ദാനങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജ്ഞാനമൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയുന്നത്. ഇനി ആ ശക്തി, അത് വരങ്ങളും ദാനങ്ങളും വരങ്ങളായിട്ട് നമ്മൾ പ്രത്യക്ഷപ്പെടുന്നു. ആ ദൈവത്തിൻ്റെ ശക്തി. ഞാൻ ഓർക്കുമായിരുന്നു, ഞങ്ങളൊരു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കൊച്ചിന് വില്ല താമസിക്കുന്നവരാണ്. അവർക്ക് ഭയങ്കര പേടിയാണ്. കാരണം ആ ദിവസങ്ങളിൽ ആരോ വന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോയി പുറത്തു വന്നു. അപ്പോൾ ഭയങ്കര പേടി. പെട്ടെന്ന് നമ്മൾ ആത്മാവ് തോന്നുന്നു, നമ്മൾ ഇനെന്താ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വചനം തരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. 5 മിനിറ്റത്തെ പ്രാർത്ഥന ഞങ്ങൾ പോകുന്നു. പിന്നെ ആ കൊച്ചിനെ കാണുമ്പോൾ അവൾ പറയും, അന്നോട്ട് ചേട്ടാ ഒരു പേടിയില്ല എനിക്ക്. അപ്പം ഈശോ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ആ വരങ്ങളിൽ നൽകി നമ്മളെ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ വരുന്നു. ഇനി ആ സ്വഭാവം, ഇവിടെ ഫലങ്ങൾ, അതായത് ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ ആ സ്നേഹവും ക്ഷമയും ഒക്കെ എങ്ങനെയാണ് വരുന്നത്. ശരിക്കും ആ വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു. നമ്മുടെ വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാ വെച്ച് കഴിഞ്ഞാൽ, സ്കിന്നിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ സ്കിന്ന് ചെയ്യല്ല, വെള്ളം കുടിക്കുകയാണ് വേണ്ടത്. ആ വെള്ളം കുടിക്കുമ്പം ആ വെള്ളത്തിൻ്റെ ഗുണം നമ്മുടെ സ്കിന്നിലെല്ലാം കാണും. പരിശുദ്ധാത്മാവ് നമ്മൾ ദാഹിച്ച് കുടിച്ചു കഴിയുമ്പോഴത്തേക്കിന്, പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല, സമാധാനത്തിലേക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മളായിട്ട് ഞാൻ എന്നാൽ സ്നേഹിക്കാം, അങ്ങനെ ഞാൻ ശ്രമിച്ച ഒരു കാര്യം ഉണ്ടായി പറയാം, ഞാൻ എന്നാൽ സ്നേഹിക്കാം, അത് നടക്കില്ല. ഇത് നമുക്ക് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ദൈവകൃപയാൽ സാധിക്കും. അതുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയുന്നത്. യേശുവിൻ്റെ മനസ്സിനും അവൻ്റെ സുവിശേഷനും അനുസൃതമായി അനുദിനം ജീവിക്കാനുള്ള കൃപയ്ക്കായി ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ കൃപയുടെ ജീവിതം നയിക്കുവാൻ വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം. നമ്മളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആഗ്രഹിക്കുന്ന ആ കൂട്ടായ്മയോട് ചേർന്നുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൈപിടിച്ച് നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ. താങ്ക് യു ജോജോ. നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനായി തീവ്രമായി ആഗ്രഹിക്കുകയും യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യണമെന്ന് ക്ലാസ്സിൽ നിന്ന് നാം കേട്ടു. പരിശുദ്ധാത്മാവിനോട് നമ്മൾ സഹകരിക്കണം. ജീവൻ നിലനിർത്തണമെങ്കിൽ ഓക്സിജൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പോലെ നിത്യജീവനിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധാത്മാവും നമ്മോടൊപ്പമുണ്ട്. ഈ യാത്രയിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടുപിടിക്കാം. സ്ലൈഡ് പ്രസന്റേഷൻ നമുക്കായി മനസ്സിലാക്കി തന്ന ജോജോയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ചില അറിയിപ്പുകളാണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ് ഉള്ള ഫുൾ മിസിയോ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടാറുണ്ട്. അടുത്ത കോഴ്സ് ഫെബ്രുവരി 16 മുതൽ 21 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9746 917273 എന്ന നമ്പറിലോ 7012574557 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കുമൊക്കെ മിസിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി
കോഴ്സ് നടത്തിത്തരുമെന്ന് അറിയിക്കുന്നു. മിസ്സിയോ വൈബ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്ററാണ്. PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്കത് ലഭ്യമാണ്. നമ്മൾ ഒരു മിഷനാണെന്ന് ബോധ്യം നൽകുവാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ ശ്രമിക്കുമല്ലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെന്റേഴ്സിനെ അറിയിക്കുക. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസ്സിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ വന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വൈൻഡപ്പ് സെഷനായി മിസ്സിയോ കുടുംബത്തിന്റെ സ്ഥാപക, കോഴ്സുകൾക്ക് രൂപകൽപ്പന ചെയ്ത് അതിനെ ഭംഗിയായി നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വം, മാതൃത്വം നിറഞ്ഞ പുഞ്ചിരിയോടെ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിനായി പ്രൊഫസർ ആലിസുകുട്ടി ടീച്ചറിനെ ആദരവോടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിവിടെ പാലക്കാട് സെമിനാരി ബ്രദേഴ്സിന് കോഴ്സ് കൊടുക്കാൻ വേണ്ടി വന്നായി. ഇനി വന്ന് കുറച്ച് നേരം ആയിട്ടുള്ളൂ. ഒത്തിരി സന്തോഷം കേട്ടോ. ഏതായാലും നമുക്കറിയാം ഈ ആഴ്ച പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ആഴ്ചയാണല്ലോ. യോഹന്നാൻ 1:12 നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലേ? അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവിടുന്ന് നൽകിയെന്ന്. അതായത് ദൈവമക്കളാകാനുള്ള കഴിവ് അറിയാമല്ലോ. നമ്മുടെ പ്രൊക്ലമേഷനിലൂടെയും സാക്ഷ്യത്തിലൂടെയും പ്രസന്റേഷനിലൂടെയും ഒക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതായത് ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാനും യേശു കർത്താവാണെന്ന് പറയാനും പരസ്പരം സഹോദരൻ തിരിച്ചറിയാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ദൈവ കുടുംബമാണ്, ദൈവമക്കളാണ്, പരസ്പരം സഹോദരരാണ്. തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ദൈവമക്കളാകാനുള്ള കഴിവെന്ന് നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഈ ഒരാഴ്ച നമുക്ക് ഈ വിധത്തില് അതായത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും പൗലോസ് തിമോത്തിയോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ജ്വലിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം മാമോദീസായിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. മാമോദീസായിൽ നമ്മളൊക്കെ തിരുസഭയുടെ അംഗങ്ങളായി, ദൈവത്തിന്റെ മക്കളായി, ദൈവ കുടുംബമായി നമ്മളെ മാറ്റുന്ന കൂദാശയാണല്ലോ മാമോദീസ. അപ്പോൾ ആ മാമോദീസായിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞതാ. പക്ഷെ മാമോദീസായില് നമുക്ക് നമ്മളിൽ പലർക്കും ചിലരൊക്കെ ഉണ്ട് അറിവ് വന്ന് വിശ്വാസം ഏറ്റു പറഞ്ഞൊക്കെ കിട്ടിയവർ ചുരുക്കം പേരുണ്ട്. എന്നാലും നമ്മള് കത്തോലിക്ക കുടുംബങ്ങളിലൊക്കെ ജനിച്ചു വളർന്നവരൊക്കെ ശരിക്കും ജ്ഞാനസ്നാന മാതാപിതാക്കളാണ് നമുക്ക് വേണ്ടി വിശ്വാസ പ്രത്യുത്തരമൊക്കെ മാനസാന്തര പ്രത്യുത്തരമൊക്കെ കൊടുത്തത്. അപ്പൊ ഈ ദിനങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതാണല്ലോ അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണമാണെന്ന് പല പ്രാവശ്യം നമ്മൾ കേട്ടു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നും പക്ഷേ പാപാവസ്ഥയിൽ നിന്ന് നമുക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റാത്തടത്ത് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് കുരിശിൽ മരിച്ചുയർത്ത് നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടിൽ നമ്മളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കിയെന്നും യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവര് ഇനിയും ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ അവകാശികളും യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. എന്നാലും മാമോദിസ മുങ്ങിയെങ്കിലും അന്ന് നമുക്ക് ലഭിച്ച ഇത് ഓപ്പറേറ്റീവായിട്ട് അനുഭവമാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ബോധപൂർവം ഇതെടുക്കണം. ഒരാൾ നല്ല നമ്മുടെ സുഹൃത്ത് നല്ലൊരു വിരുന്നൊരുക്കി, ആഘോഷമായിട്ട് വിരുന്നൊരുക്കി വെച്ച് നമ്മളെ വിളിച്ച് നമ്മളവിടെ പോവുകയും ചെയ്തു. എല്ലാം കണ്ടു. നമ്മളെടുത്ത് കഴിച്ചാലല്ലേ നമ്മുടെ വിശപ്പ് മാറുകയുള്ളൂ, നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം വരുമ്പോഴാണ് ഈ അനുഭവം നമ്മുടേതാകുക. അപ്പൊ ഈ അനുഭവം നമ്മുടേതാകണേ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ പ്രത്യുത്തരത്തെ കുറിച്ച് 2 ആഴ്ചയും കേട്ടല്ലോ. വിശ്വാസവും മാനസാന്തരവും. അതായത് യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് അവൻ ഇന്നും ജീവിക്കുന്നു, ഈശോ ആണ് എന്റെ കർത്താവ് എന്ന് പറഞ്ഞ് ജീവിതം മുഴുവനും കൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്
ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാനാകുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓൾറെഡി ലഭിച്ച ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ അനുഭവവേദ്യമാകാൻ നമ്മളുടെ ഈ പ്രത്യുത്തരം. അപ്പം ഈ പന്തക്കുസ്ത എന്ന് പറയുന്നതും ഈ ഒരു അനുഭവം പരിശുദ്ധാത്മ അഭിഷേകം എന്നൊക്കെ പറയുന്നത് വൺ ടൈം പ്രവർത്തനമല്ല, ഒരിക്കൽ നടക്കുന്നതല്ല, ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ വിശ്വാസത്തിലും മാനസാന്തരത്തിലും വളരുന്നതിന്റെ തോതനുസരിച്ച്, ആഴപ്പെടുന്നതിന്റെ തോതനുസരിച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ തമ്മിലുള്ള പ്രവർത്തനം നമുക്ക് അനുഭവവേദ്യമാകുകയും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യും. അപ്പം എപ്പോഴും ഈശോ കർത്താവാണെന്ന് പറഞ്ഞ് ഈശോയുടെ കൂടെ നിന്നുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. നയിക്കപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാ അഭിഷേക അനുഭവം നമുക്കുണ്ടാകണം. ഈ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളിങ്ങനെ കഴിഞ്ഞ ആഴ്ച കുമ്പസാരിക്കണമെന്നും ഈ ആഴ്ച ജീവിതം മുഴുവനൊന്ന് സമർപ്പിക്കണമെന്നും ഈ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഈ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇത് ഒന്നായിട്ട് പോകുന്നൊന്നുമല്ല, ഇതൊക്കെ ഒന്നിച്ച് തന്നെ. പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൽ വിജാതീയനായ കൊർന്നേലിയൂസിന്റെ വീട്ടിൽ പ്രസംഗിച്ച കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 44 വാക്യങ്ങളിൽ നമ്മളിത് വായിക്കുന്നത്. അവിടെ പറഞ്ഞത്, പത്രോസ്ലീഹ ഈ കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു വസിച്ചു. മാമോദീസ കേട്ടില്ല, ഇതിനുമുമ്പ് ഇതൊന്നും കേട്ടിട്ടില്ല. ആദ്യം കേൾക്കുക. അവരൊക്കെ വിവിധ ഭാഷകൾ സംസാരിക്കാനും ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോഴാ പത്രോസ്ലീഹയ്ക്കൊക്കെ കൂടെ വന്നവർക്ക് അവർക്ക് അത്ഭുതമായി. മാമോദീസ പോലും മുങ്ങാത്തവരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നു വസിച്ചു. അങ്ങനെയൊക്കെയാ ഈ പരിച്ഛേദന കർമ്മം ഒന്നും യഹൂദരായി കഴിഞ്ഞ് ക്രിസ്ത്യാനികളാകാൻ പറ്റുമെന്നുള്ള ആ ചിന്തയൊക്കെ മാറിയതൊക്കെ അങ്ങനെ നമുക്കറിയാം. അപ്പം ഇന്ന് നമുക്ക് മാമോദീസ മുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടായില്ല, പക്ഷെ ഈ ഒരു വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ബോധപൂർവം വിശ്വാസവും മാനസാന്തരവും വരണം. വിശ്വാസവും മാനസാന്തരം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു. നമ്മുടെ പാപങ്ങൾക്കെല്ലാം ഈശോ പരിഹാരം ചെയ്ത് കഴിഞ്ഞതാ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇത്രയേത്ര കടങ്ങളൊക്കെ എനിക്ക് വീട് കിട്ടിയെന്നുള്ള ചെക്ക് എഴുതി വാങ്ങിച്ചെടുക്കുകയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. അതുപോലെ ജീവിതം മുഴുവൻ കൊണ്ടുപോയി കർത്താവിന് സമർപ്പിക്കുക. നമ്മൾ എത്ര സമർപ്പിച്ചെന്ന് പറഞ്ഞാലും പിന്നെയും കിടക്കും. കഥകളൊക്കെ കണ്ട് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ആഴ്ചയിൽ ഇങ്ങനെ ഒന്നുകൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് കുമ്പസാരിക്കുകയും പിന്നെ ജീവിതം മുഴുവൻ നമ്മൾ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ കർത്താവേ, നമ്മളെ പാട്ടൊക്കെ പാടുക സർവവും യേശുനാഥനായി സമർപ്പിക്കുന്നതൊക്കെ പറഞ്ഞാലും പിന്നെയും കുർബാന കഴിഞ്ഞ് ഇറങ്ങി പോരുമ്പോഴത്തേക്ക് അതെല്ലാം നമ്മൾ പൊക്കിക്കൊണ്ട് പോരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, കർത്താവേ വിട്ടു 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 കർത്താവ്, ഇനി ഞാനല്ല, പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്നു, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു അനുഭവം നമുക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് യേശു കർത്താവാണെന്ന് പറയാൻ പറ്റുക. നമ്മൾ ദൈവമക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് ആബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇത് എൻ്റെ സഹോദരനാണെന്നുള്ള അങ്ങനെ വരുമ്പോഴാണ് ആദിമസഭയിൽ സംഭവിച്ചതുപോലെ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല. കാരണം അവരെല്ലാം വിറ്റ് പങ്കുവെച്ച് സമൃദ്ധമായിട്ട് ആഘോഷമായിട്ട് ജീവിച്ചു. എന്നിട്ട് അപ്പസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്ന് വളർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഈ ഒരു പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ അഭിഷേകം മാമോദീസയിൽ നമ്മൾ സ്വീകരിച്ച ആ കൂദാശയിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ യാഥാർത്ഥ്യം ഒരനുഭവമാകാൻ ശരിക്കും പറഞ്ഞില്ലേ, ദാഹിക്കുന്നവൻ എൻ്റെ പക്കൽ വന്ന് കുടിക്കാനാ പറഞ്ഞത്. അതുപോലെ പത്രോസിനോട് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടു. ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ പ്രൊക്ലമേഷനിലും പ്രസന്റേഷനും ജോജോയും ഒക്കെ പറഞ്ഞു. അതായത് അവർ വന്ന് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത്? പശ്ചാത്തപിക്ക്, മാമോദീസ സ്വീകരിക്ക്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അത്രയേ ഉള്ളൂ, അത്ര സിമ്പിളാ. അങ്ങനെ നമുക്ക് ഈ ആഴ്ച അതിനായിട്ട് ദാഹിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പിന്നെ ഇതെപ്പോഴും സംഭവിക്കാം കേട്ടോ. ഇന്നിപ്പോ കേട്ടോണ്ടിരിക്കുമ്പോൾ സംഭവിക്കാം. രാത്രിയിൽ ഉറക്കത്തില് സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, കർത്താവ് തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ദൈവമക്കൾ എന്നുള്ള അനുഭവത്തിലേക്ക് ഈശോ വന്നത്. അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാൻ. ഈ സമൃദ്ധ ദൈവിക ജീവൻ നമുക്ക് ലഭിക്കുന്നത്
പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്കൊക്കെ ഈ ദൈവമക്കളാണെന്നുള്ള ദൈവത്തിന്റെ അവകാശികളും യേശു ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാകുന്നത്. അപ്പൊ നമ്മൾ മാത്രമല്ല, എല്ലാവരും ഈ കൂട്ടവകാശമുള്ളവരാണ്. നമ്മൾ കേട്ടോ, എല്ലാരെയും ദൈവം വ്യക്തിപരമായ വ്യവസ്ഥകളൊന്നും കൂടാതെ ആയിരിക്കുന്നത് സ്നേഹിക്കുന്നതൊക്കെ കേട്ടില്ലേ? ആ ഒരു ബോധവും ആ ഒരു അനുഭവവും. അപ്പൊ അങ്ങനെ അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അപ്പൊ എല്ലാവരെയും സ്നേഹിക്കാനും പങ്കുവെക്കാനും ഈ നമ്മുടെ ലോകം മുഴുവൻ ദൈവ കുടുംബമായിട്ട് അങ്ങനെ വരുമ്പോഴാണ് ഈശോ പ്രഘോഷിച്ച ദൈവരാജ്യം നമ്മുടെ ലോകമാകുക. അത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തിന്റെ മകളാണ്, മകനാണെന്നുള്ള കുടുംബം മുഴുവനും, കുടുംബാംഗങ്ങളെല്ലാവരും പറഞ്ഞില്ലേ, ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും ഇവിടെ തുടങ്ങി ഞാൻ ദൈവത്തിന്റെ മകൻ, മകൾ എന്നുള്ള അനുഭവത്തിൽ ആഴപ്പെട്ട് എൻ്റെ ചുറ്റും നിൽക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരും അതിനെ നമ്മൾ ക്ഷമിക്കണമെന്നും ക്ഷമ ചോദിക്കണമെന്നും നമ്മൾ എല്ലാം കർത്താവിന് കൊടുക്കണമെന്നും കുമ്പസാരിക്കും ഇതൊക്കെ പറഞ്ഞ അതിന് വേണ്ടിയായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മളാ കേട്ട കാര്യങ്ങളൊക്കെ ഈ ആഴ്ച ഒന്നുകൂടെ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് ശരിക്കും പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, എന്നിട്ട് എന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ മകനായി മകളാക്കി രൂപാന്തരപ്പെടുത്തണമേ. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വരുമ്പോഴാണ് ശരിക്കും ലോക സുവിശേഷവൽക്കരണം നടക്കുക. പരിശുദ്ധാത്മാവാണ് അതിൻ്റെയൊക്കെ മുഖ്യ പ്രവർത്തകൻ. ഈ പരിശുദ്ധാത്മ നിറവില്ലാതെ നമ്മുടെ സഭയുടെ ദൗത്യം, നമ്മുടെ ദൗത്യം ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ അതിനൊക്കെ നമ്മളെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും, പിന്നെ ഈ ആഴ്ചയിൽ നിങ്ങളുടെ സബ് ഗ്രൂപ്പ് മീറ്റിംഗ് അതിനു വേണ്ടിയുള്ളതാണ്. എല്ലാവരും ഒന്നിച്ച് നമ്മൾ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ സമയത്ത് നല്ല അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പരസ്പരം ഈ ഗ്രൂപ്പിലുള്ളവർക്ക്, ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് ഈ ആഴ്ച പ്രെയർ പാർട്ട്ണർ കിട്ടുമല്ലോ, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പുത്തനൊരു അഭിഷേകത്തോടു കൂടി സഭയുടെ ഏക ദൗത്യമായ ലോക സുവിശേഷവൽക്കരണത്തിന് നമുക്ക് സജ്ജരാകാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹവും കൃപയും നമുക്ക് ലഭിക്കാനും എല്ലാവർക്കും ലഭിക്കാനും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദാഹത്തോടെ ആ നിറവിന് വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി തന്നെ പരിശുദ്ധാത്മ നിറവ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഓരോ നിമിഷവും നമ്മൾ ഈ വിശ്വാസവും മാനസാന്തരവും ആഴപ്പെടുന്ന അനുസരിച്ച് നമ്മുടെ ഈ അനുഭവം ആഴപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെ കാണുന്നവർക്കൊക്കെ നമ്മളിൽ വസിക്കുന്ന ഞാൻ ജീവിക്കുന്നു, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, നമ്മളിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണാനാകും. അപ്പൊ അവർ വന്ന് ചോദിക്കുക, എന്താ നിങ്ങൾ ഇങ്ങനെ? അപ്പോഴത് നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാൻ പോവുകയാണ്. ഈ ആഴ്ച പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ലഭിക്കുമെന്ന് വിശ്വസിക്കുക, ദാഹിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ വിശ്വാസവും മാനസാന്തരവും നല്ലൊരു കുമ്പസാരം ഒന്നുകൂടെ കഴിച്ചാൽ നല്ലതാണ്. പിന്നെ ജീവിതം മുഴുവനും കർത്താവിനൊന്ന് സമർപ്പിച്ചിട്ട്, കർത്താവെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന പഴയ മനുഷ്യനെ പാടെ യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി അടുത്ത ആഴ്ചയിൽ ശനിയാഴ്ച നമുക്ക് ക്ലാസ്സിനായിട്ട് വരാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. ടീച്ചറിന്റെ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾക്കും പ്രോത്സാഹനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനും മിസിയ കുടുംബത്തിന്റെ ആത്മീയ പിതാവുമായ അഭിമന്യ മാർ ജോയി ആലപ്പാട്ട് പിതാവിന് തിരക്ക് മൂലം നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. രൂപതയുടെ പ്രവർത്തനങ്ങളിൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് പിതാവിനെ നയിക്കട്ടെ, നിറയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്ലോസിംഗ് മെസ്സേജ്, പ്രയർ ആൻഡ് ബ്ലെസ്സിങ്ങിനായി റെവറൻഡ് ഫാദർ ഫ്രാൻസിസ് ഇലവത്തിങ്കൽ നമ്മോടൊപ്പമുണ്ട്. മിസിയുടെ പ്രവർത്തനങ്ങൾക്ക് ആത്മീയ നേതൃത്വവും നിർദ്ദേശങ്ങളും നൽകുന്ന അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ യാത്രയിലാണ്, അതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്യുവാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ചെറിയ ചെറിയ ചിന്തകളാണ്. ഒന്നാമത്തെ വിഷയമായിട്ട് എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുള്ളത് നമ്മുടെ ജീവൻ ജ്യോതി എന്ന് പറയുന്ന സിറോ മലബാർ സഭയുടെ അൽമായ പ്രേക്ഷിത മുന്നേറ്റത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 26-ാം തീയതി, ജനുവരി 26-ാം തീയതി നമ്മൾ മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടത്തി. അന്ന് നമ്മൾ ചിന്തിച്ച ചില വിഷയങ്ങൾ
നിങ്ങളുടെ ചിന്തയ്ക്ക് കൂടി ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, നമുക്ക് മാമുദീസായിലൂടെയും സൈർലേപനത്തിലൂടെയും ഓരോരുത്തർക്കും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ആ ഒരു വിളി സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അധികാരത്തോടു കൂടി നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ സുവിശേഷം പങ്കുവെക്കുവാനായി ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഈ സംവിധാനമൊക്കെ ഒരുക്കുമ്പോൾ നമ്മുടെ ഓരോ രൂപതകളിലും ആ രൂപത അധ്യക്ഷന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ, ഓരോ സ്ഥലത്തുമുള്ള മിഷണറി പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനും സുവിശേഷം പ്രഘോഷിക്കുവാനും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കാം. നമ്മുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഇടവകളിലൊക്കെ നമുക്ക് അക്രൈസ്തവരോടും സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നമ്മളിപ്പോൾ പലപ്പോഴും മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിന് പുറത്ത് എന്നുള്ളൊരു ചിന്തയാണ്. അത് തീർച്ചയായിട്ടും ശരിയല്ല. നമ്മളായിരിക്കുന്ന സ്ഥലത്തും നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ആദ്യത്തെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതുവരെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. മിസ്സിയോ ആദിജന്തസ് എന്നാണ് പറയുക. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇടവകളില് ആക്റ്റീവ് അല്ലാതെ ജീവിക്കുന്നവരെയൊക്കെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കാനും കൊണ്ടുവരാനൊക്കെയുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ സുവിശേഷത്തെ പറ്റിയുള്ള ആ ഒരു വലിയൊരു തീക്ഷ്ണതയും ഇഷ്ടവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്തയായിട്ട് പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ, എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം എന്നുള്ളത് ഈ സുവിശേഷാത്മകമാണ്, നമുക്കറിയാമല്ലോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഇക്കാര്യം കൃത്യം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഓർക്കുന്നുണ്ടാവും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തില്, മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില്, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തില്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില്, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-2 അധ്യായങ്ങളില് എപ്രകാരമാണ് ഈ ദൗത്യം കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് നമ്മൾ കാണുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോവുക, പ്രഘോഷിക്കുക, ശിഷ്യപ്പെടുത്തുക, സ്നാനപ്പെടുത്തുക, പഠിപ്പിക്കുക. ഈ 5 കാര്യങ്ങളും ചെയ്യാനായിട്ട് കർത്താവ് ഏൽപ്പിക്കുമ്പോൾ കർത്താവ് ചില പ്രോമിസസ് നമ്മളെടുത്ത് പറയുന്നുണ്ട്, വാഗ്ദാനങ്ങള്. ഒന്നാമത്തേത്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മുകളിലുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ ആ അധികാരത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ഈ ദൗത്യം നൽകുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. രണ്ടാമത്തേത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പൊ പിതാവ് എന്ത് ദൗത്യത്തെ ആണ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്, അതേ അധികാരം പുത്രൻ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നൽകുകയാണ്. മൂന്നാമത്തേത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരാണ്. ഇപ്പോൾ തന്നെ ആലിസ് കുട്ടി ചേച്ചി അതിനെപ്പറ്റി പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. നാലാമത്തേത്, കർത്താവ് നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനമാണ്, ഈ ലോകത്തിന്റെ അതിർത്തികൾ വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വാഗ്ദാനം. ആ വാഗ്ദാനം സുവിശേഷ പ്രസംഗിക്കുന്നവർക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. പിന്നെ നമ്മൾ ലോകാന്ത്യം വരെ, ലോകത്തിലെ അതിർത്തികൾ വരെ നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക, ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 5 വാഗ്ദാനങ്ങളിൽ നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു തീക്ഷ്ണതയോടുകൂടി ചെയ്യാം. നമുക്കറിയാം, സുവിശേഷം പ്രഘോഷിക്കാനുള്ള ശിഷ്യത്വം മത്തായിയുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യത്വത്തെ പറ്റി പറയുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങള് അത് ഈസി ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല, അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതേസമയം അതിനാവശ്യമായിട്ടുള്ള കൃപ തമ്പുരാൻ നൽകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ദാനമായി ലഭിച്ചത് കൊടുക്കാനായിട്ട് മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ പോവുക, പ്രഘോഷിക്കുക എന്നുള്ള ചിന്ത ആദ്യം അവസാനം വരെയുള്ള എല്ലാ സുവിശേഷങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു ദൗത്യം നമ്മുടെ വലിയ ദൗത്യമാണ്, അത് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ സഭയുടെ പഠനങ്ങളനുസരിച്ച് 3 തരത്തിലാണ് നമ്മൾ ഈ സുവിശേഷ പ്രഘോഷണം നടത്തുക. ഒന്ന്, നമ്മുടെ സാക്ഷി ജീവിതത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളാവണമെന്ന് പറയുമ്പോൾ കർത്താവിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളായിട്ട് നമ്മൾ ജീവിക്കണം. പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് ചെവിയിൽ മന്ത്രിക്കുക. പ്രത്യേകിച്ചും ഏഷ്യയുടെ എക്ലേസിയ ഇൻ ഏഷ്യ എന്ന് പറയുന്ന ആ ഡോക്യുമെന്റില് ഏഷ്യൻ സാഹചര്യങ്ങളിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സുവിശേഷവൽക്കരണ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കെരിഗ്മ പ്രോഗ്രാമിന്റെ ലക്ഷ്യവും തന്നെയാണല്ലോ. അടിസ്ഥാനപരമായിട്ട് ഓരോ വ്യക്തിയും
മറ്റ് വ്യക്തികളോട് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അടിസ്ഥാന സുവിശേഷവൽക്കരണ പഠനം ആണല്ലോ നമുക്ക് കരിക്കുമ പ്രോഗ്രാമിലൂടെ ലഭിക്കുക. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട്. പിന്നെ പുരമുകളിൽ നിന്നുള്ള പ്രഘോഷണം എന്ന് വെച്ചാൽ വലിയ പ്രഘോഷണം നടത്താൻ കഴിവുള്ളവര്, അതിന് പ്രാപ്തരായവര്, അതിന് ലൈസൻസ്ഡ് ആയിട്ടുള്ളവര് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ തരത്തിൽ സുവിശേഷവൽക്കരണ പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവൻ ജ്യോതിയിലൂടെ എന്താണ് നമുക്ക് ലഭിക്കുക, അല്ലെങ്കിൽ എന്താണ് ലഭിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ ചിന്ത കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ജീവൻ ജ്യോതി ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് കാരിസംസ് ഉണ്ട്, മിനിസ്ട്രികളുണ്ട്. ഒരുപാട് മിനിസ്ട്രികൾ പലരും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സഭയിൽ തന്നെ ഒരുപാട് കാരിസംസ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്റർസെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവ് പറയുന്നുണ്ടല്ലോ, വിളവധികം വേലക്കാരോ ചുരുക്കം, നിങ്ങൾ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. അപ്പൊ നമ്മള് നാഥനോടുള്ള പ്രാർത്ഥന, ഇന്റർസെഷൻ നടത്താനായിട്ട്. അപ്പൊ നമ്മള് സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് നമ്മൾ ശക്തി കൊടുക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണ പ്രാർത്ഥന. അപ്പൊ 24 മണിക്കൂറും ലോകത്തിന്റെ പല ഭാഗത്ത് സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ അവരെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. അതൊരു കാരിസമാണ്, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയാണ്. അപ്പോൾ അതുപോലെ തന്നെ സുവിശേഷം പ്രസംഗിക്കാൻ താല്പര്യമുള്ള കഴിവുള്ളവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക, അതൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഫിസിക്കൽ സഹായം ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, നേഴ്സസ്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, അവരുടെ സഹായമൊക്കെ നമുക്ക് മിഷൻ പ്രദേശങ്ങളിൽ ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മറ്റു മേഖലകളിലൊക്കെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സ്ട്രീറ്റ് എവഞ്ചലൈസേഷൻ, സുവിശേഷം വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്നവര്, അല്ലെങ്കിൽ മീഡിയ എവഞ്ചലൈസേഷൻ, മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രസംഗിക്കുന്നവര്, അല്ലെങ്കിൽ മ്യൂസിക്കിലൂടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടാനും അവരുടെ കഴിവുകളെ ഒരുമിച്ച് പൂൾ ചെയ്ത് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം ചിന്തിച്ചു വെച്ചിരിക്കുക. നിങ്ങളിൽ അതിനോട് താല്പര്യവും ആഭിമുഖ്യവും ഉള്ളവർക്ക് ജീവൻ ജ്യോതി പ്രോഗ്രാമിന്റെ കൂടെ ചേരാനായിട്ട് മോസ്റ്റ് വെൽക്കം. നമുക്ക് ഒന്നിച്ച് കൂട്ടായ്മയോടുകൂടെ നമ്മുടെ സഭയെ കെട്ടിപ്പടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സാധിക്കുന്ന വിധത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്താനും പരിശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് സംസാരിക്കാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നിച്ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇന്നത്തെ ഈ അവസരം നൽകിയതിന് നന്ദി പറയുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടെ സമാപിക്കാൻ തോന്നുന്നു, അല്ലെ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതെ, കാരുണ്യവാനായ കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെ? കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ സുവിശേഷത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് തന്നെയാണല്ലോ ആകർഷിക്കുന്നത്. അവിടത്താൽ ആകർഷിക്കപ്പെടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടുത്തെ അടുത്തേക്ക് വരാനും സാധിക്കില്ല. ഞങ്ങളതിൽ വിശ്വാസവും ബോധ്യവും ഉള്ളവരാണ്. അവിടുന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ ആ വിളിക്ക് സുവിശേഷകനാകാൻ, സുവിശേഷകയാകാനുള്ള പ്രത്യുത്തരം നൽകുവാനും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവെ, ഞങ്ങളെല്ലാവരും ഈ രാത്രിയിൽ അങ്ങയോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുന്നത്, ഒപ്പം ഈ കോഴ്സിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ഈ രാത്രിയെയും ഞങ്ങളുടെ ഈ കോഴ്സിനെയും അവിടെ അനുഗ്രഹിക്കണമേ. കൂടുതൽ ധൈര്യത്തോടെ, ഊർജ്ജസ്വലതയോടെ, കൃത്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ ആവശ്യമായിട്ടുള്ള അറിവും കഴിവും ആത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം സ്വർഗത്തിൽ ഞങ്ങളുടെ പേര് എഴുതിയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗം നേരിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയൊരു അനുഭവമാണ് സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് അവിടെ നൽകുന്നത്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം, മറ്റൊന്നും നേടാൻ ആഗ്രഹിക്കാതെ, ഞങ്ങളുടെയൊക്കെ സ്വർഗത്തിൽ പേരെഴുതപ്പെടുവാനുള്ള ആഗ്രഹത്തോടു കൂടെ ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ പരിശ്രമങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സായാഹ്നത്തില് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള കൃപയും കരുതലും അനുഗ്രഹവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കണ്ണിലുണ്ണി പോലെ കാക്കണമേ. അവിടുത്തെ ഉള്ളങ്കയിൽ ഞങ്ങളെ താങ്ങണമേ. പരിശുദ്ധ അമ്മേ, സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകയായ അമ്മേ, പിതാവേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഭാരതത്തിൽ സുവിശേഷം എത്തിച്ച തോമാസ് ലീഹായെ,
ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ, നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു കേട്ടോ. താങ്ക് യു എന്തെങ്കിലും ഫാദർ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ചോദിക്കാം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്യാറുള്ളത് പോലെ. അതല്ലെങ്കിൽ കേട്ടോ. താങ്ക് യു. താങ്ക് യു ഫാദർ. സുവിശേഷ പ്രഘോഷണം എങ്ങനെ നടത്താമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. മിസിയോയുടെ സുവിശേഷ പ്രഘോഷണ മേഖലകളിൽ അങ്ങ് നൽകുന്ന ആത്മീയ നേതൃത്വത്തിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫാദർ. യേശുവിൽ പ്രിയരെ, നാം എല്ലാവരും യേശുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമർത്ഥമായി വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിസിയോ പ്ലിൻസ് 19ാം ബാച്ച് സെഷൻ 7 ഇവിടെ അവസാനിക്കുമ്പോൾ നന്ദിയുടെ ഗാനം ആലപിക്കുന്നതിനായി രജിത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ അണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.